ഹലോ, ഹായ്. നീണ്ട ഒരു മോർ ദാൻ 5 to 6 മന്ത്സിന് ശേഷമാണ് ഞാനൊരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നെ. ബിക്കോസ് ഓഫ് മെനി ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, പിന്നെ ഹോസ്പിറ്റൽ കേസസ്, അങ്ങനെ വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല. അപ്പം മുമ്പിലത്തെ എപ്പിസോഡ്സ് കണ്ട് സ്റ്റോറി മറന്നുപോയ ആൾക്കാർ മുമ്പിലത്തെ എപ്പിസോഡ്സ് ഒക്കെ കാണണേ. അത് ഞാൻ പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഞാൻ ഐക്കാർഡിലും കൊടുത്തിരിക്കാം. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഫിഫ്ത്ത് എപ്പിസോഡിന്റെ തുടക്കമാണ് കാണിക്കുന്നത്. അതായത് 2013 കാലഘട്ടമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ജിയോണും ഹീറോ ജെയും ഹീറോയിൻ ജിയോനും ഒരേപോലെ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്ക് വന്നവരാണല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കാണണേ. ഞാനത് ഐക്കാർഡിൽ മുകളിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഇവര് ജെ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച് രസിച്ചിരിക്കുന്ന സമയത്ത് ജിയൂൺ അവിടെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ആകെ ബോധമില്ലാത്ത രീതിയിൽ വന്ന് ജയയെ വന്ന് ഇടിക്കുന്നുണ്ട്. സോ ജയ ആണെങ്കിൽ അവളെയും കൊണ്ട് പാർക്കിൽ കൊണ്ടുപോയി ഇരുത്തി. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ മരിച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് ഈ ഭൂമിയില് സ്വന്തം എന്ന് പറയാനായിട്ടൊന്നും ആരില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ലൂസറാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചാണ് ഡ്രിങ്ക്സ് കുടിച്ച് ആകെ ഒരു വിഷമം ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ജയ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെ പറയാൻ പാടില്ല. ഞാനാണ് ശരിക്കും ഒരു ലൂസർ. കാരണം എന്റെ അമ്മ മരിച്ചു. 10-ാം വയസ്സിൽ മരിച്ചതാണ്. ദെൻ എനിക്ക് സ്റ്റെപ്പ് മദർ ആണുള്ളത്. എനിക്ക് അവരെ ആദ്യമൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ സ്റ്റെപ്പ് സിസ്റ്ററും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ സംസാരത്തിനിടയില് പിന്നെ ബോധമില്ലാതെ അവൾ അവന്റെ തോളില് കടിക്കുകയും അവന്റെ മേത്തോട്ട് വീഴാൻ പോകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ പക്ഷെ ഇവക്ക് ഇതൊന്നും ജയയാണ് ചെയ്യുന്നതെന്ന് ഒരു ബോധവുമില്ല കേട്ടോ. കാരണം അവളുടെ കണ്ണാടി അവിടെ നിലത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് കണ്ണ് അധികം ശരിക്കും കാണത്തൊന്നും ഇല്ല. ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് ബോധവും ഇല്ലാതെ നിൽക്കുകയാണ്. സോ അവൾക്ക് ആരാണ് അവളുടെ കൂടെ ഉള്ളതെന്ന് അവൾക്ക് ബോധവേ ഇല്ല. അങ്ങനെ അവള് സംസാരിച്ച് വിഷമങ്ങളൊക്കെ കൈമാറി ആ പാർക്കിൽ തന്നെ ആ ദിവസം കിടന്ന് ഉറങ്ങിപ്പോകും. പിറ്റേ ദിവസം രാവിലെ ജയ കണ്ണു തുറന്ന് നോക്കുമ്പം ജീവനെ ഒരു ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ അവന്റെ ഷർട്ട് എടുത്ത് അവളെ ഒന്ന് പുതപ്പിച്ച് കിടത്തുന്നൊക്കെ ഉണ്ട്. പിന്നെ അവൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോവും. ആ മയക്കം കഴിഞ്ഞ് പിന്നെ ഉണരുമ്പോഴത്തേക്കിന് ജീവനെ അവിടെയൊന്നും കാണുന്നുമില്ല. ദെൻ അവൻ മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോകുന്നുണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. കരാട്ട, കുംഫു അങ്ങനത്തെ കാര്യങ്ങൾ. സോ അതൊക്കെ പഠിച്ച് ആ ഒരു കാലഘട്ടം, അതായത് പഴയ കാലഘട്ടത്തില് അവൻ അങ്ങനെ മാർഷ്യൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങി വരുന്ന സമയത്തിന് അവൻ ജിയൂൺ ആണെങ്കിൽ അവിടെ ഒരു പൂച്ചക്കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയും അതിനോട് സംസാരിക്കുകയും കുശലം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ജയ അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇവളെന്താ വട്ടത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ജയയ്ക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ സമയത്ത് കൊണ്ട് തന്നെ. സോ അവൻ അത് നോക്കി നിന്ന് കുറെ നേരം നോക്കി നിന്നിട്ട് അവൻ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് പൂച്ചക്കുട്ടി ഒരു ആക്സിഡന്റിൽ പെടുന്നുണ്ട്. ആ ആക്സിഡന്റിൽ നിന്ന് ആ പൂച്ചക്കുട്ടിയെ രക്ഷിക്കുകയും അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനെ കുറെ അതിന്റെ ഇടയ്ക്ക് ആ പൂച്ചക്കുട്ടി കാണാനായിട്ട് ജിയൂൺ എന്നും വരുവോ എന്ന് അന്വേഷിച്ച് അവൻ അവിടെ നോക്കി നിൽക്കും. അപ്പം ജിയൂൺ പൂച്ചക്കുട്ടിയോട് സംസാരിക്കുന്നതൊക്കെ കേട്ട് നിൽക്കാൻ നമ്മുടെ ജയയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഗ്രാജ്വലി അവളോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം അവന്റെ മനസ്സിൽ തോന്നുകയും പിന്നീട് വിന്റർ സമയമാകുമ്പോൾ പൂച്ചക്കുട്ടിക്ക് ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അവൻ ജിയൂൺ നോക്കുമ്പോൾ ഇതാരാണ് പൂച്ചക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തതെന്ന് മനസ്സിലാവുന്നുമില്ല. സോ അങ്ങനെ ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു പോകും. പിന്നീട് അവൻ കാണുന്നത് അവന്റെ കമ്പനിയിൽ ഇന്റേൺ ആയിട്ട്, അതായത് ജയയുടെ തന്നെ മുത്തച്ഛന്റെ കമ്പനിയിൽ ഒരു ഇന്റേൺ ആയിട്ട് നമ്മുടെ ജിയൂൺ വർക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ജയ ജിയൂണെ ആദ്യമായിട്ട് കാണുന്നത്. സോ അങ്ങനെ കണ്ടെങ്കിലും അവളോടുള്ള ഇഷ്ടമൊന്നും അവന് പറയാൻ പറ്റിയിരുന്നില്ല. കാരണം അപ്പോഴത്തേക്കിനും അവൾക്കൊരു ബോയ് ഫ്രണ്ട് ആയി എന്നുള്ളതും അവനുമായിട്ട് അവൾ നല്ല സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് ഇരിക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് ജയ്ക്ക് പിന്നീട് എന്നാ ഇനി അവന്റെ ഇഷ്ടമൊന്നും അവളോട് തുറന്ന് പറയണ്ട എന്നുള്ള രീതിയിൽ അവനങ്ങ് മാറിപ്പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു പ്രസന്റ് ഡേയില് നമ്മുടെ ജയ്. അതായത് അവന്റെ ഷോൾഡറിലും ഒരു ഹേർട്ട് ഷേപ്പ് സിമ്പൽ ഉണ്ട്. ഈ ഹേർട്ട് ഷേപ്പ് സിമ്പൽ എന്താന്നൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ജിയുടെ അച്ഛൻ കൊടുത്തിരുന്ന എന്താണ് നോട്ടിലുണ്ടായിരുന്ന സിമ്പലാണ്. അപ്പൊ അവനും ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്നാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. ദെൻ പ്രസന്റ് ഡേ കാണിക്കുമ്പം കമ്പനിയിലേക്ക് ഹാൻസം ആയിട്ട് നടന്നു വരുന്ന
ആര് നമ്മുടെ ഹീറോയെ കണ്ടിട്ട് ഹീറോയിൻ ജിയൂനാണെങ്കിൽ നോക്കി നിൽക്കുകയും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം നോക്കി നിൽക്കുകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിങ്ങനെ നമ്മുടെ ജിയൂൺ ഹീറോയിൻ ആണെങ്കിൽ അവനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള പാർക്ക് മിന്നിന് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവന് ദേഷ്യം വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഒരു അടഞ്ഞ റൂമിൽ പോയി എന്നിട്ട് സംസാരിക്കുന്നു. നീ എന്താണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഇങ്ങനെ പിന്നെ നീ എല്ലാ ജെൻസിനെയും ഒന്നും വിശ്വസിക്കാൻ പാടില്ല. എല്ലാവന്മാരും കള്ളന്മാരാണ്. അവർക്കൊരു ഒരു അഫെയർ ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ കൂടെ വേറെ ഒരു കള്ള അഫെയറുമായിട്ടൊക്കെ പോകുന്ന ചെറുക്കന്മാരാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പം ജിയോൺ ചോദിക്കുന്നുണ്ട്, അപ്പൊ നീയും അങ്ങനെ പെട്ട ഒരാളാണോ? വേറെ ആളുടെ പുറകിന് പോകുന്ന ആളാണോ? എന്നോട് സ്നേഹമുള്ള സമയത്തിന് തന്നെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ യൂനെയും അതുപോലെ തന്നെ കിമ്മും അവളുടെ ഫ്രണ്ട്സ് ആണല്ലോ അവിടെയുള്ള സ്റ്റാഫ്സ്. സോ അവര് വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കോഫി കുടിക്കാനെന്നും പറഞ്ഞിട്ട്. ദെൻ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ജേയ്ക്ക് അവന്റെ ഗ്രാൻഡ് ഫാദർ കോൾ ചെയ്തിട്ട് നീ എന്താണ് സ്റ്റോക്സിൽ ലൈക് സ്റ്റോക്സിൽ ഷെയർ മാർക്കറ്റും ഒക്കെ ഉണ്ടല്ലോ. സോ അതിന്റെ സ്റ്റോക്സ് എന്താണ് നീ വിറ്റ് വിടാത്തത്? എന്തിനാ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ജേയ്ക്ക് അറിയാമല്ലോ അത് വിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയും ലാഭം കൂടത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ സ്റ്റോക്സ് വിൽക്കുന്നില്ല. ദെൻ ഇവിടെ കാണിക്കുമ്പം നമ്മുടെ ബ്രേക്ക് റൂമില് 3 പെണ്ണുങ്ങളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തില് പറയുന്നുണ്ട്, "ഇന്ന് നമ്മുടെ ബോസ് ജയയെ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്" ഒക്കെ പറയുമ്പം യൂന പറയുന്നുണ്ട്, അത്രയ്ക്ക് രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലെന്ന്. അപ്പം നമ്മുടെ ജിയൂൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഇവള് ഗേൾഫ്രണ്ട് ആണെന്ന് മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനായിരിക്കാം, നമ്മുടെ ജെയുമായിട്ട് ഗേൾഫ്രണ്ട് ആണ് എന്ന് സംശയം തോന്നാതിരിക്കാനായിരിക്കാം ഇങ്ങനൊക്കെ പറയുന്നതെന്ന്. ഇങ്ങനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവിടേക്ക് സുമിൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് സുമിൻ പറയുന്നുണ്ട്, "ഞാനാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. കുഞ്ഞിലെ അവള് സ്കൂള് മാറിപ്പോയപ്പം അവളുടെ ഫ്രണ്ട്ഷിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും അവളെ കാണാനായിട്ട് അവള് സ്കൂളില് ലീവ് എടുത്ത് വരെ പോയിട്ടുണ്ട്" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്തിന് ഇത് കേട്ടിട്ട് യൂന പറയുന്നുണ്ട്, ചുമ്മാതല്ല നമ്മുടെ ജിയൂന് വേറെ ഫ്രണ്ട്സ് ഉണ്ട് ഒന്നും ആകാൻ പറ്റാതിരുന്നത്. കാരണം നീ അതിനുള്ള സമയം അനുവദിച്ച് കൊടുക്കത്തില്ലല്ലോ. ആ സ്കൂളിൽ നീ പോയിട്ട് അവളുടെ കൂടെ ഇരിക്കുവല്ലായിരുന്നോ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നേന്ന്. അതായത് യുവനിക്ക് സുമിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇവള് കുറച്ച് എവിളാണല്ലോ സുമിൻ. അപ്പൊ സുമിന്റെ എവിൾനെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മുന്നത്തെ എപ്പിസോഡ്സ് കാണണേ. ദെൻ അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ മാനേജർ അവിടേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ബ്രേക്ക് കഴിയാറായി പോയി. എല്ലാരും അവരുടെ സീറ്റിൽ പോയിരിക്കുക, ബാക്കി പണികൾ ചെയ്യുക, പ്രോജക്റ്റിന്റെ പണികൾ ചെയ്യുക, ഫുഡ് പാക്കറ്റിന്റെ പണികൾ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ എല്ലാവരും അവിടെ നിന്നും പോയി. ദെൻ ഈവനിങ്ങില് നമ്മുടെ ഷെഫ് പയ്യൻ ഉണ്ടല്ലോ യൂന. യൂനയും നമ്മുടെ ജീവനും കൂടെ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് പണ്ടത്തെ മാറ്റാനായിട്ട് വന്ന് അവന്റെ റെസ്റ്റോറന്റിൽ വന്നിരിക്കുന്ന സമയത്ത് യൂന ആരാണ് ഷെഫ് പയ്യൻ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻസിഡന്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിലത്തെ എപ്പിസോഡ്സ് കാണണേ. സോ ആ സമയത്തിന് അവര് തമ്മിൽ പറയുന്നുണ്ട്. അതായത് പണ്ടേ കാലത്ത് നമ്മൾ ബ്രേക്കപ്പ് ആയത് നീ എനിക്ക് തന്ന ലെറ്റർ കാരണമാണ്. അത് കാരണമാണ് എനിക്ക് വിഷമമായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആളാണ് ജിയൂൺ ആദ്യമായിട്ട് കേൾക്കുന്നത്. ലെറ്ററോ? ഞാൻ നിനക്ക് ലെറ്ററൊന്നും തന്നില്ലല്ലോ. ആ ലെറ്റർ എന്നെ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ലെറ്ററിൽ എഴുതിയിരുന്നത് എന്താണ് ജിയൂൺ പറയുവാണ് അവന്റെ അടുത്ത്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എന്നൊരു അഗ്ലിയാണ്, നീ ഇതിനെ കാണുന്നതന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അത് കാരണമാണ് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയത്. സോ ജിയൂൺ അത് കണ്ടിട്ട് മനസ്സിലായി അവളുടെ തന്നെ ഹാൻഡ് റൈറ്റിൽ എഴുതാൻ കഴിവുള്ളത് സുമിനാണ്. അപ്പൊ സുമിൻ ഇവളെന്ന വ്യാജേന അവളുടെ ഹാൻഡ് റൈറ്റിംഗിൽ ലെറ്റർ എഴുതിയിട്ട് അവന് കൊണ്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് അവൻ പിന്നെ ജിയൂണാണ് ഇത് എഴുതിയത് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ബ്രേക്കപ്പ് ആയത്. സോ ഇത് മനസ്സിലാക്കി. ആ സമയത്തിന് സുമിൻ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ ഓൾറെഡി മിന്നും ജിയൂണും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സുമിൻ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ച് പറയുവാണ് മിന്നിനോട്. അതായത് പണ്ട് സുമിനാണെങ്കിൽ ഒരു അഫെയർ സോറി സുമിനല്ല, ജിയൂനയുടെ അമ്മ നമ്മുടെ ഹീറോയിന്റെ അമ്മയ്ക്ക് ഒരു അഫെയർ ഉണ്ടായിട്ടാണ് അവര് വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ എന്താണ് അവരുടെ മകളായ ജിയൂനയ്ക്കും വേറെ അഫെയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മിന്നിനെ ഒന്ന് എരികേറ്റുവാണ്. ഈ സമയം മിന്നാണെങ്കിൽ അവളെ അന്വേഷിച്ച് വരുമ്പോ വഴിക്ക് വെച്ച് കണ്ടിട്ട് ചോദിക്കും,
നീ എന്താണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? നിനക്ക് വേറെ അഫയർ ഉണ്ടോ? ആ ജെയുമായിട്ട് എന്താ നിനക്ക് ബന്ധം? നീ അവനെ വെള്ളം വരയ്ക്ക് നോക്കിയിരിക്കുന്ന കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ടോർച്ചർ ചെയ്യും. ഈ സമയത്തിന് അവിടെ യാദൃശ്ചികമായിട്ട് ഓടി വന്ന് ജയ ഇത് കണ്ടിട്ട് അവനെ എടുത്തിട്ട് അങ്ങ് ജാമ്പുവാണ്, അടിക്കുവാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും ജയ്ക്ക് എന്താണ് ഇവനോട് ഇത്ര ദേഷ്യമെന്ന്. മിന്നിന്റെ ഗേൾഫ്രണ്ട് ആണല്ലോ നമ്മുടെ ജീവന്. അപ്പൊ അവനെ എടുത്തിട്ട് അടിച്ച് അത് സഹിക്കാൻ വയ്യാതെ മിൻ തട്ടി മാറ്റിയിട്ട്, അതായത് പാർക്കിന് തട്ടി മാറ്റിയിട്ട് ഓടിപ്പോകുന്നുണ്ട്. ഈ ഓടിപ്പോയി കഴിഞ്ഞ സമയത്തിന് നമ്മുടെ ജിയൂണ് ജയയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജയ പറയുന്നുണ്ട്, നീ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോ വയസ്സായിട്ട് ചൂസ് ചെയ്യണം. കാണുന്നവരെല്ലാരും നല്ല നല്ല ആൾക്കാരല്ല. നിന്നെ ചതിക്കാതെ നിന്നെ തന്നെ ശ്രദ്ധിക്കണം. നീ അതിനു വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. കുറച്ച് സ്വയരക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ സമയത്തിന് നമ്മുടെ ജിയോ ചോദിക്കുന്നുണ്ട്, നീ ഇതൊന്നും പറയണ്ട. നിന്റെ ഗേൾഫ്രണ്ട് യുവിനയല്ലേ? നീ എന്തിനാണ് അത് മറച്ചു വെച്ച് നിൽക്കുന്നതെന്നൊക്കെ. യുവിന എന്റെ ഗേൾഫ്രണ്ട് എന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്ന് പറയും. സോ അങ്ങനെ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ മാറുന്നുണ്ട്. ആ സമയത്തിന് എന്നെ മയങ്ങി അടിച്ച് ജയ ആണെങ്കിൽ നമ്മുടെ ജിയൂണയുടെ എന്താണ് പുറത്തേക്ക് വീഴുന്നുമുണ്ട്. സോ ഇതാണ് എപ്പിസോഡ് 5ന്റെ അവസാനം. എപ്പിസോഡ് 6 തുടങ്ങുന്നത് കാണിക്കുന്നത് സുമിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ ആരെയോ നോക്കി നിൽക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ പാർക്കുമിൻ അവിടെ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അവന്റെ മുന്നിൽ പോയി ഈ സമയത്തിന് ഒരാൾ വിഷമിച്ചിരിക്കുമ്പോ അവന്റെ മുന്നിൽ പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അയാളെ അങ്ങ് കയ്യിലെടുക്കാവല്ലോ. സോ അവള് ഭയങ്കരമായിട്ട് ഒരുങ്ങി ആ സമയത്ത് ആ വഴി വന്ന ഒരു ക്യാബിനെ കൈ കാണിച്ച് നിർത്തി അതില് കേറി അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് സ്കിന്നൊക്കെ റിവീൽ ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് കോയിൻസിഡൻസൽ ആയിട്ട് അവനെ കണ്ടപ്പോ ഇറങ്ങി വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മിന്നിന്റെ അടുത്ത് അവൾ ഇറങ്ങി ചെന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പം ജയയുടെ ജയ കണ്ണ് തുറക്കുന്നുണ്ട്. സോ ഡോക്ടർമാർ പറയുന്നുണ്ട് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടാണ് ജയക്ക് ഈ അസുഖം വന്നത്. അതുകൊണ്ടുള്ള ഒരു ക്ഷീണം മാത്രമാണെന്ന് പറയും. ഈ സമയത്ത് ജയ പെട്ടെന്ന് ബോധം വന്ന പോലെ നമ്മുടെ യുവനയുടെ അടുത്ത് എന്തോ സംസാരിക്കാൻ പോകുന്നുണ്ട്. നീ ഓക്കെ അല്ലേ? നിന്റെ വയറ്റിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഞാൻ ഓക്കെയാന്ന് പറയും. ദെൻ ഇവിടെ കാണിക്കുമ്പം ഈ മിന്നും സുമിനും കൂടെ ഏകദേശം സംസാരിച്ച് സംസാരിച്ച് കിസ് ചെയ്യുന്ന രീതി വരുമ്പോഴത്തേക്കിനും അവള് മിന്നിന്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയും, യോ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്നും അങ്ങനെ ചതിക്കത്തില്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു ക്യാബ് ബുക്ക് ചെയ്ത് പോവാണ്. ഈ സമയത്ത് സുമിനാണെങ്കിലും സ്വമേധയെ അവിടെ സ്കേർട്ടൊക്കെ വലിച്ചിട്ട് സ്കിൻ റിവീൽ ചെയ്യുന്ന രീതിക്ക് നമ്മൾ മിന്നിനെ കാണിക്കത്തക്ക രീതിയിലൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് മിന്നിനാണെങ്കിൽ ആകെ കൺട്രോൾ വിട്ടിരിക്കുന്ന പോലെ ആകുന്നുമുണ്ട്. സോ അങ്ങനെ അവര് എന്താണ് സുമിനെ ആണെങ്കിൽ അവരുടെ വീട്ടിലും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തിന് ജയ ആണെങ്കിൽ നമ്മുടെ ജിയൂനെ ആണെങ്കിൽ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ജിയൂനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എന്നെ ഇത്ര കെയർ ചെയ്യുന്നത്? എന്റെ വയറ്റിലെ അസുഖം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കൊരു ഗ്യാസ് ട്രബിളേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇല്ല, അത് നീ ശ്രദ്ധിച്ചാൽ മതി. അതെ, അതും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് നോക്കിയാൽ മതി കേട്ടോ. അവൾക്ക് ഒരു ക്യാൻസർ ഉള്ള കാര്യമൊക്കെ. സോ ഈ സമയത്തിന് ഒരു പൂച്ചയെ കാണിക്കുന്നുണ്ട്. ആ പൂച്ചയെ ഒന്ന് ഓർത്ത് വെച്ചോണേ നിങ്ങള്. ദെൻ യുവന ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഫ്യൂച്ചർ ലൈഫില് സ്റ്റൊമക്കിൽ ക്യാൻസർ വരുമായിരുന്നു. അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു ഗ്യാസ് ട്രബിൾ ഒക്കെ വരുന്നത്. സോ അപ്പൊ നല്ല ഫുഡ് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് എന്നും അവള് ഓർഡർ ആക്കിയിട്ടുണ്ട്. അതായത് ഷെഫ് യൂനിനോട് പറഞ്ഞിട്ട് എന്നും അവള് ഫുഡ് ഓർഡർ ആക്കുന്നുണ്ട്. സോ അവൻ പിറ്റേ ദിവസവും അവളെ മെസ്സേജ് അയച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫുഡ് പാഴ്സലുമായിട്ട് അവളെ വന്ന് കാണുന്നത്, അവര് തമ്മിൽ സംസാരിക്കുന്നത്, സൗഹൃദം പുതുക്കുന്നതൊക്കെ നമ്മുടെ ജയ ദൂരത്തുനിന്ന് കാണുന്നുണ്ട്. സോ ജയ്ക്ക് അപ്പോഴും അവളോട് ഉള്ള സ്നേഹം പറയാൻ പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, അതോ എന്തോ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അവൻ അകത്ത് കയറി പോകുന്നുണ്ട്. ഈ ആ ഒരു വിഷമത്തിൽ അവൻ വന്ന് ക്യാബിനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കിമ്മും യൂനയും ജിയൂണും കൂടെ അവരുടെ സിസ്റ്റം, അതായത് വർക്ക് പ്ലേസിലെ സിസ്റ്റത്തിൽ കൂടെ ഇവര് തമ്മിൽ പേഴ്സണൽ മെസ്സേജസ് അയച്ച് കളിക്കുവാണേ. നമ്മുടെ ബോസിന് ഇന്ന് എന്തോ പറ്റി ആകെ വിഷമം പിടിച്ചിരിക്കണം, എന്തോ ഒരു പേഴ്സണൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ. ആ സമയത്ത് സുമിൻ അവരുടെ ക്യാബിനിൽ ഓഫീസിൽ വന്നിരിക്കുമ്പം മിന്ന് സുമിനെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുന്ന പോലൊക്കെ നമ്മുടെ ജിയൂണ ശ്രദ്ധിക്കുന്നുണ്ട്. ജിയൂണ് തോന്നുന്നുണ്ട് ഇവര് തമ്മിൽ എന്തോ ഒരു സ്പാർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് ജിയൂണ് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മിന്നത്
മനസ്സിലാ ആരും മനസ്സിലാക്കണ്ട എന്ന രീതിയില് പെട്ടെന്ന് വി മാറി അവന്റെ പണിക്കും പോകുന്നുണ്ട്. തലേദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മിന്ന ഒരു സിഗരറ്റും എടുത്ത് പുറത്ത് വന്ന് വലിക്കാനായിട്ട് നിൽക്കുമ്പോ പുറകിന് വന്നിട്ട് പറയുന്നുണ്ട്, "ഇന്നലെ നടന്നത് നടന്നു. അവളെ വെറുതെ വിട്ടേക്ക്. ഇനി മേലെ അവളെ നീ ഉപദ്രവിച്ചു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് നിന്നെ ഞാൻ കൊന്നു കളയും പട്ടീന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ഭയപ്പെടുത്തുവാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, "ജിയൂണെ എന്റെ ഗേൾഫ്രണ്ട് ആണ്. നീ എന്തിനാണ് അവളെ ഇതാക്കാൻ വരുന്നത്? നീ എന്തിനാ ഞങ്ങടെ ഇടയിൽ വരുന്നത്?" എന്നൊക്കെ പറഞ്ഞ് സുപ്പീരിയറും ബോസും ഒക്കെ ആയിരിക്കും. അതൊക്കെ അങ്ങ് ഓഫീസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ബഹളം വെക്കുമ്പോ അവന്റെ കൈ പിടിച്ച് ഒരൊറ്റ തിരി. എന്നിട്ട് പറയാം, "ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെ ആയിരിക്കും ഞാൻ എടുത്ത് വെളിയിൽ എറിയാൻ പോകുന്നതെന്ന്" പറയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജീവനെയും വിളിച്ചോണ്ട് മിൻ പുറത്ത് വന്നിട്ട് ഒന്ന് കാണാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും സോറി പറയാനായിരിക്കും വന്നേന്ന്. അപ്പം അതെ, അവൻ സോറി പറയാനായിട്ട് തന്നെയാ വന്നത്. "ഇന്നലെ നടന്നതൊക്കെ ക്ഷമിക്കണം. ഇനി മേലാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. എന്റെ മൂഡ് ശരിയല്ലായിരുന്നു" എന്നൊക്കെ പറയുന്നുണ്ട്. സോ ജിയൂണ ചോദിക്കുന്നുണ്ട്, "മിൻ നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ട്?" "ഞാൻ എന്റെ റൂമിൽ പോയി." അതായത് സുമിനെ അവൻ കണ്ടതും സംസാരിച്ചതും ഒക്കെ മറച്ചു വെച്ചോണ്ടാണ് മിന്നാണെങ്കിൽ നമ്മുടെ എന്താണ് ജിയുവിന്റെ അടുത്ത് ഇത് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് കാണിക്കുന്നത് മാനേജറിന്റെ അടുത്ത് നമ്മുടെ കിമ്മും ജിയൂണും ഇരിക്കുന്നതാണ്. അതായത് ആ പ്രോജക്റ്റിനെ കുറിച്ച്. ആ പ്രോജക്റ്റിൽ ആളുടെ പേര് ചേർത്തിട്ടില്ലല്ലോ. അപ്പം പേര് ചേർക്കണം എന്ന് പറയാനും ഒക്കെ കൂടിയാ. അപ്പം മാനേജർ ഒരു എന്താണ് ഒരു ട്രീറ്റ് പോലെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ. സോ മാനേജർ പറയുന്നുണ്ട്, "ആ നിന്റെ പേര് നോക്കാം" എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല എനിക്കൊരു സെലിബ്രിറ്റി പോലെയുള്ള ആരെയെങ്കിലും ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ജിയൂണയ്ക്ക് അതിനോട് ഒരു താല്പര്യമില്ല. സെലിബ്രിറ്റി ഒക്കെ എന്തിനാ? മീൽ കിറ്റ് പ്രോജക്റ്റിന് നമ്മൾ സെലിബ്രിറ്റിയുടെ ആവശ്യം നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ അഡ്വർടൈസ്മെന്റ്. അതിനകത്ത് സെലിബ്രിറ്റിയെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്ത് പൈസ ഒന്നും കളയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്തിന് ഇവള് ട്രീറ്റ് പോകുന്നതിന് സമയത്തിന് സുമിനും പാർക്കും മിന്നും കൂടെ അവര് സ്വന്തമായിട്ട് ഒരു ഡേറ്റ് പോലെ ട്രീറ്റിന് പോകുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ജിയൂണെ ഇവര് ഫുഡ് കഴിക്കാൻ വിളിച്ചിരുന്നു. അപ്പൊ ജിയൂണ് ഇവര് തമ്മിൽ ഒരു ഇഷ്ടമായിക്കോട്ടെ അതിനുള്ള ഒരു സമയം ഒരുക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവളുടെ കാർഡും കൊടുത്തിട്ട് അവരുടെ അടുത്ത് ട്രീറ്റിന് പൊയ്ക്കോളാൻ പറയുന്നു. അങ്ങനെ നോക്കുമ്പോ ആണെടാ അവര് പുറത്ത് നിന്ന് കഴിച്ചിട്ട് മൂന്ന് അവിടുത്തെ യൂണ അത്രയും നല്ല 40,000 രൂപയോളം ചെലവാക്കിയിട്ടുണ്ട്. ഈ സമയം അവന്റെ ക്യാബിനിൽ ഇരുന്ന് നോക്കുമ്പോ മീൽ കിറ്റ് പ്രോജക്റ്റില് നമ്മുടെ ജിയുവിന്റെ പേരേ കാണാനില്ല. അപ്പൊ അവൻ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതായത് അവളാണ് ഇത് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതും അത് മുന്നോട്ട് കൊണ്ടുവന്നതും അതിനുവേണ്ടി കഷ്ടപ്പെട്ടതും. എന്നിട്ട് അവളുടെ പേര് പോലും ഇതിനകത്തില്ല എന്ന് അവൻ വിഷമിച്ചും ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ പേഴ്സണൽ മാനേജറും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ വരികയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ലല്ലോ ഇവന്റെ മനസ്സിൽ എന്താണ് സ്റ്റോക്സ് ഒന്നും വിറ്റഴിക്കാതെ ഇരിക്കുന്നതും ഒക്കെ. വൈകിട്ട് ഒരു പാർട്ടിക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട്. പുറത്തു പോകുന്ന എന്തിനാന്ന് വെച്ചാൽ പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത് മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ട്സുമായിട്ട് വരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ആണെങ്കില് ജീവനെയും കൊണ്ട് വന്നിരിക്കുന്നത്. ജീവനൊക്കെ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. എന്നിട്ട് അവൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ മലത്തി അടിക്കുന്നതും ഒക്കെ കാണിച്ചു കൊടുത്ത് അതുപോലൊക്കെ ചെയ്യണോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിയുനെ ഇത്രയും വലിയ ആൾക്കാരെ ഞാനൊരു പെണ്ണ് എങ്ങനെ ചെയ്യാനാ? അവള് കൊറേ കഷ്ടപ്പെടുന്നുണ്ട്. അവള് തന്നെ തെന്നി വീഴാൻ പോവാണ്. അവസാനം പറയുന്നുണ്ട്, "നീ നിന്റെ നിന്നോട് തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നീ മലത്തി അടിക്കാൻ പറയുന്നുണ്ട്." അങ്ങനെ ചെയ്തപ്പം തന്നെ അയാളെ മലത്തി കിടത്തുന്നുണ്ട്. ജെയുമായിട്ടാണ് അടുത്ത പോരാട്ടം. അങ്ങനെ കുറെ പരിശ്രമിച്ചു കിട്ടുന്നില്ല. അവസാനം പറന്നു വന്ന് രണ്ടുപേരും കൂടെ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോ താൻ സക്സസ് ആയി എന്നുള്ള സന്തോഷം നമ്മുടെ ജിയൂണയുടെ മനസ്സിലുണ്ട്. ജിയൂണ അങ്ങനെ ആ കിടപ്പ് കിടന്നുകൊണ്ട് നമ്മുടെ നോക്കുമ്പോഴാണ് പഴയ കാലം അവൾക്ക് ഓർമ്മ വരുന്നത്. അതായത് പണ്ട് ഒരു ചെറുക്കൻ്റെ കൂടെ പാർക്കിൽ കിടന്നതായിട്ട് അവൾക്ക് ഓർമ്മയുണ്ട്. അത് ആരാന്ന് അവൾക്ക് അറിയത്തില്ല. കാരണം കണ്ണാടി ഇല്ലായിരുന്നു അവളുടെ മുഖത്ത്. ദെൻ നെക്സ്റ്റ് ഡേ അവള് മാനേജറിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, "എന്റെ പേര് ഇതില് ചേർക്കണം. ഞാൻ ഇതിനകത്ത് കുറെ കഷ്ടപ്പെട്ടാന്ന്." അപ്പൊ മാനേജർ ഒരു എന്തുവാ വേട്ടാവളിയനാന്ന് നമുക്ക് അറിയാണല്ലോ. ഇങ്ങേരുടെ സ്വഭാവം അറിയണമെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ എപ്പിസോഡ്സ് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ അയാള് പറയുന്നുണ്ട്, "ആ നിന്റെ പേരല്ലേ?
അതൊക്കെ ഞാൻ ശരിയാക്കി തന്നേക്കാം. നീ ഇതിനകത്തെ കുറച്ച് തെറ്റുകുറ്റങ്ങളും കൂടെ ഒന്ന് മാറ്റി തന്നാ മതി. കാരണം ഇവളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിട്ട് ഫുള്ള് ക്രെഡിറ്റ് ഇയാളാണ് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആ കിം സ്റ്റാഫ് ഇരുന്ന് ഇതൊന്നും ശരിയാവുന്നില്ല എന്ന് ശ്രദ്ധിക്കുന്നു. ദെൻ ഇത് വന്നിട്ട് നമ്മുടെ യുവനയുടെ അടുത്ത് ജിയൂൺ വന്ന് പറയുന്നുണ്ട് ഈ വക കാര്യങ്ങൾ. അപ്പൊ യുവന പറയുന്നുണ്ട് അയാൾക്കിട്ടൊരു പണി എന്തായാലും കൊടുക്കണം. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവളുടെ മുന്നിൽ ഒരു കേക്കുണ്ട്. നമ്മുടെ ഷെഫ് യുവൻ കൊണ്ട് കൊടുത്ത കേക്ക്. ഇത് ഇവള് കഴിച്ചിട്ട് ഇവളൊരു ഫുഡിയാണ്. ഇവള് കഴിച്ചോണ്ട് തന്നെ അത് ഏത് തരം ഷീപ്പിന്റെ മിൽക്കിന്നാണ് എടുത്തതെന്ന് വരെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. സോ ഇതുണ്ടാക്കിയ ആളെ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഷെഫ് യൂനിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് നീ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇത്രയും ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോ അപ്രിഷിയേറ്റ് ചെയ്യാനാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം. ദെൻ കാണിക്കുന്നത് കിമ്മിന്റെ അടുത്ത് സുമിൻ വന്നിട്ട് ആ മിൽക്രിഡ് പ്രോജക്റ്റില് ഞാനുള്ളത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? കാരണം നിങ്ങളൊക്കെയാണ് അത് ചെയ്തതെങ്കിലും എനിക്കൊന്ന് സാലറി ഹൈപ്പ് കിട്ടണമെങ്കിൽ ഈ മിൽക്രിഡ് പ്രോജക്റ്റ് ഒന്ന് സക്സസ് ആവണം. അതിന് എന്റെ പേരും വേണം. കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ കേറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയമാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ ജിയൂൺ ഓർക്കുന്നത്. അതായത് എയർ എയ്റോപ്ലെയിനിൽ വെച്ചിട്ട് വാങ് എന്ന് പറഞ്ഞ ആള് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അത് കാരണം വാങ്ങിന്റെ പ്രശ്നങ്ങൾ അതായത് അയാളുടെ ഒരു ക്രെഡിബിലിറ്റി താഴോട്ട് പോകുന്നതുമായിട്ടാണ് അവള് ഓർക്കുന്നത്. സോ ഇവിടെ നടക്കുന്ന പ്രസന്റ് ഡേയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വാങ് എന്ന് പറഞ്ഞ ആളെ വന്ന് നമ്മുടെ മാനേജർ വന്ന് കണ്ടിട്ട് നിങ്ങളെ ഞാൻ ഞങ്ങളുടെ മിൽക്രിഡ് പ്രോജക്റ്റിന്റെ ഫേസ് ആക്കാൻ അംബാസഡർ ആക്കാൻ പോവുകയാണ്. സോ എന്നൊക്കെ ആണോ എന്നാ നിനക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നിനക്ക് ഇതിനകത്ത് പ്രയോജനം ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ടൈപ്പ് ആവുന്നുണ്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ മാനേജർ പറഞ്ഞ സെലിബ്രിറ്റി ഇയാളാണ്. സോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിന്ന് കൊടുക്കുമായിരുന്നു നമ്മുടെ ജിയോനെ. ഈ സമയത്തിന് എന്താണ് ഇതെന്തുകൊണ്ടാണ് ഇതൊരു ജിയോന്റെ മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു. ഇത് എന്തുകൊണ്ടാന്ന് നമുക്ക് പോകെ പോകെ മനസ്സിലാക്കാം. ഈ സമയത്ത് ഒരു ഫുഡ് കഴിക്കാനായിട്ട് ചിക്കനുമായിട്ടൊക്കെ ബാർബിക്യൂ ചിക്കനുമായിട്ടൊക്കെ രണ്ടുപേരും വരുമ്പോ ഇവള് മനഃപൂർവ്വം അവരെ അവിടെ ഒഴിവാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. ദെൻ കാണിക്കുന്നത് ഫ്ലൈറ്റില് നമ്മുടെ വാങ് നിൽക്കുന്ന സമയത്തിന് നമ്മുടെ ആരാ ജിയൂൺ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അയാളോട് പറയുന്നുണ്ട് ആ മിൽക്രിഡ് പ്രോജക്റ്റ് ഞാനാണ് കഷ്ടപ്പെട്ടത്. സോ എനിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടണം. എന്റെ പേര് വരണം എന്ന് പറയുമ്പോ ഈ വാങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരും. വാങ് പറയും വാങ്ങും ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ആ ക്രൂ മെമ്പേഴ്സിൽ ഒരാളെ ഒരു എയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് നിങ്ങൾ ബഹളം വെക്കല്ലേ എന്ന് പറയുമ്പോ എയർ ഹോസ്റ്റസിനോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുകയും അപ്പം നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല. കൊറിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഡീസൻസി ആയിട്ട് ആൾക്കാർ പെരുമാറണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. സോ ഒരു ക്രൂ മെമ്പറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് ഒരു പാസഞ്ചർ അത് വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. ആ വീഡിയോ പുറത്തു പോയി വൈറലായി. പിന്നീട് അതാകെ പ്രശ്നമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ യുവിനയുടെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. സോ പിന്നെ അയാൾ ഇതൊന്നും അറിയുന്നില്ല ആക്ച്വലി. ഇയാള് പിന്നെയും മൂക്കള ചീറ്റിയ ടിഷ്യൂ ഒക്കെ താഴെ എറിഞ്ഞ് അതൊക്കെ ക്രൂ മെമ്പറിനെ കൊണ്ട് എടുപ്പിച്ച് പിന്നെ അയാളുടെ തലയ്ക്ക് എന്താണ് ചാർട്ട് പേപ്പർ വെച്ചിട്ട് അടിക്കുകയും ഒക്കെ ചെയ്തപ്പോ അത് ഭയങ്കര പ്രശ്നമായി. പിന്നീട് അയാളെ പിടിച്ച് മാറ്റി ഇറക്കി വിടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു ഫ്ലൈറ്റിൽ വെച്ചിട്ട്. സോ ഇതാണെങ്കിൽ പുറത്തു വന്നു. പുറത്തു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ജെ&കെ ഗ്രൂപ്പിലാണല്ലോ ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ജെയുടെ കമ്പനിയില്. സോ ഈ ഗ്രൂപ്പിന്റെ ഒരു അംബാസഡർ ആക്കി മാറ്റിയ ആളായിരുന്നല്ലോ നമ്മുടെ വാങ്. സോ ഈ മീൽക്രിറ്റ് പ്രോജക്റ്റിൽ സുമിനും അതുപോലെ തന്നെ മാനേജറും ഒക്കെ ആണല്ലോ മെയിൻ ആൾക്കാർ. അപ്പം ഈ മീൽ കിറ്റ് പ്രോജക്റ്റും താഴോട്ട് പോയി. അപ്പൊ അതിന്റെ അംബാസഡർ ആയിട്ട് ഇയാൾ വന്നപ്പം ഈ പ്രോജക്റ്റുമായിട്ട് ഇന്നിരുന്ന എല്ലാവർക്കും പണി കിട്ടി. സോ ഈ പണി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു നമ്മുടെ ജിയുന്റെ. അപ്പൊ നമ്മുടെ കൊച്ചു മോശക്കാരി അല്ലല്ലോ അല്ലേ? അവള് ഫ്യൂച്ചറിൽ നിന്ന് വന്ന് അവൾ അവളുടെ ജീവിതം നല്ലതാക്കി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. സോ സുമിൻ ആകെ എല്ലാം പൊളിഞ്ഞിരിക്കുവാണ്. കാരണം അവക്ക് സാലറി ഹൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ജിയൂനെ അവളുടെ എന്താണ് സ്ഥാനത്തുനിന്ന് മാറ്റി അവൾ അവിടെ കയറി വന്നത്. സോ അവക്ക് തന്നെ പണിയും കിട്ടി. ഇതിന്റെ സന്തോഷത്തിൽ തന്റെ പ്ലാൻ എല്ലാം സക്സസ് ആയി എന്ന സന്തോഷത്തില് ബിടിഎസിന്റെ ഒരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ചിട്ട് അവൾ പുറത്തു വന്ന് നിൽക്കുന്ന സമയത്തിന് അവളുടെ ഫോൺ താഴെ വീഴുന്നുണ്ട്. അപ്പൊ ആ സമയത്തിന്
ഇവള് BTS നിനക്ക് ഇഷ്ടമാണല്ലേ? ആ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇവരുടെ ബട്ടർ എന്ന പാട്ടാണ് ഇഷ്ടം. ഓ ആണല്ലേ? അപ്പൊ ജയ പറയുന്നുണ്ട് എനിക്ക് ഇവരുടെ സ്പ്രിംഗ് ആഹ് എനിക്ക് ഇവരുടെ സ്പ്രിംഗ് ഡേ എന്ന് പറഞ്ഞ സോങ് ആണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. സോ അവര് തമ്മിൽ ആണോ? ആ ഞാനും BTSന്റെ വലിയ ഫാനാണെന്നൊക്കെ പറഞ്ഞ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് പെട്ടെന്ന് അക്കിടി മനസ്സിലാവുന്നത്. അതായത് ഇവര് നിക്കുന്നത് 2013-ലാണ്. പക്ഷെ BTSന്റെ സ്പ്രിംഗ് ഡേ ഇറങ്ങുന്നത് തന്നെ 2017-ലും 19-ലും ഒക്കെയാണ്. അപ്പൊ ഇവര് ഫ്യൂച്ചറീന്ന് വന്നതാന്ന് അവർക്ക് അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ഇവിടെ നിന്നാണ് എപ്പിസോഡ് 6 അവിടെ തീരുന്നത്. ഈ ഒരു എപ്പിസോഡ് കൊറിയയില് ഭയങ്കരമായിട്ട് BTS ഫാൻസിന്റെ ഇടയ്ക്ക് പോപ്പുലർ ആയ ഒരു എപ്പിസോഡാണ്. കാരണം BTS കാരണം ഫ്യൂച്ചറിൽ നിന്ന് വന്ന രണ്ടാൾക്കാർ തമ്മിൽ മനസ്സിലാകുകയും അവർ ഒന്നിക്കുകയും ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എപ്പിസോഡായിരുന്നു ഇത്. സോ ഇനിയും നല്ല എപ്പിസോഡ്സ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ. ബൈ.